പക്ഷാഘാതം വന്ന ജിദ്ദയിൽ 2.5 കൊല്ലത്തോളമായി കിടപ്പിലായിരുന്ന ഇന്ത്യൻ പൗരൻ നാട്ടിലേക്ക് മടങ്ങി. ബീഹാർ സ്വദേശിയുടെ ദുരിതം പുറം ലോകത്തെ അറിയിച്ചത് 24 ആയിരുന്നു. ജിദ്ദ കേരള പൗരാവലിയുടെ ഇടപെടലിനെ തുടർന്ന് പ്രമുഖ വ്യവസായി ഡോക്ടർ ഷംസീർ വയലിന്റെ നേതൃത്വത്തിലുള്ള സൗദി RPM സാമ്പത്തിക സഹായം നൽകി. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ കൂടി കിട്ടിയതോടെ രോഗി കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ചേർന്നു. പക്ഷാഘാതം വന്ന് ജിദ്ദയിലെ സ്വകാര്യ ആശുപത്രിയിൽ 2.5 വർഷത്തോളമായി ഒരേ കിടപ്പിലായിരുന്നു ബീഹാർ സ്വദേശിയായ വീരേന്ദ്ര ഭഗത് പ്രസാദ്. ഏറ്റെടുക്കാനോ നാട്ടിലേക്ക് കൊണ്ടുപോകാനോ ആളില്ലാതെ പ്രയാസപ്പെടുന്ന രോഗിയെക്കുറിച്ച് 24-ലൂടെയാണ് പുറം ലോകം അറിഞ്ഞത്. 24 വാർത്തയെ തുടർന്ന് സാമൂഹിക ജീവകാരുണ്യ കൂട്ടായ്മയായ ജിദ്ദ കേരള പൗരാവലി വിഷയത്തിൽ ഇടപെട്ടു. ഡോക്ടർ ഷംസീർ വയലിൽ ചെയർമാനായ സൗദി റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ സർവീസസ് അഥവാ സൗദി RPM രോഗിയെ നാട്ടിലെത്തിക്കാനുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സാമ്പത്തിക നിയമസഹായം കൂടി ലഭിച്ചതോടെ വീരേന്ദ്ര ഭഗത്തിന് നാട്ടിലെത്താനുള്ള വഴി തെളിഞ്ഞു. കഴിഞ്ഞ ദിവസം സൗദി എയർലൈൻസിൽ നാട്ടിലെത്തിയ രോഗിയെ ഇപ്പോൾ തുടർ ചികിത്സക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർ ഷംസീറിന്റെ RPM എന്ന കമ്പനിയുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തു. 24 തന്നെയാണ് അതും കോൺടാക്ട് ചെയ്തിട്ട് അതിനൊരു സ്പോൺസറെ കണ്ടെത്തി. 24 ഇങ്ങനെ ഒരു കാര്യത്തിൽ റിപ്പോർട്ടുമായിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഇതിന് ഇറങ്ങാനെ കൊണ്ട് സാധിച്ചത്. സാമ്പത്തിക സഹായത്തോടൊപ്പം രോഗിയോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഡോക്ടർ, നഴ്സ് എന്നിവരെ നൽകിയതും ആംബുലൻസ് സേവനം നൽകിയതും സൗദി RPM ആയിരുന്നു. സ്ഥാപനത്തിന്റെയും ചെയർമാന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് വിഷയത്തിൽ ഇടപെട്ടതെന്ന് സൗദി RPM ടെറിട്ടറി മാനേജർ അബ്ദുൽ സുബ്ഹാൻ പറഞ്ഞു. 24-ന്റെ ഇടപെടൽ മൂലമാണ് ഞങ്ങളുടെ ചെയർമാനായ ഡോക്ടർ ഷംസീർ വയലിന്റെ ശ്രദ്ധയിൽ ഈ വിവരം അറിയുന്നത്. വിഷൻ 2030യുടെ ഭാഗമായിട്ട് സൗദിയിലെ കിങ്ഡം വൈഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്രീ ഹോസ്പിറ്റൽ കെയർ, ഇന്റർനാഷണൽ പേഷ്യന്റ് ട്രാൻസ്ഫർ, മെഡിക്കൽ ഇവാക്വേഷൻ എന്നിവ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചെയർമാന്റെ ഒരു വിഷനാണ്. ഇത്രയും കാലം പരിചരിക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ആശുപത്രി അധികൃതർ. 24 വാർത്തയെ തുടർന്ന് ഇടപെട്ട ജിദ്ദ കേരള പൗരാവലിയും RPM-ഉം ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റുമൊക്കെ നടത്തിയ കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായാണ് രോഗി നാട്ടിലെത്തിയത്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.